ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കുറച്ച് ഭൗതിക ശാസ്ത്രപരമായ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എങ്ങോട്ട് കിടക്കാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പ്രകാശത്തെക്കുറിച്ച് പറയുകയാണ്. പ്രകാശത്തിൻ്റെ 2 വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിറങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? നിറങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ത്? നിറങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ക്രോമാറ്റിക്സ്, സ്റ്റഡി ഓഫ് കളേഴ്സ്. ആൻസർ എന്താണ്? ക്രോമാറ്റിക്സ്, സ്റ്റഡി ഓഫ് കളേഴ്സ്, ക്രോമാറ്റിക്സ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല, ചുവപ്പ്, പച്ച, നീല, ഈ നിറങ്ങൾ എന്താണ്? ഈ നിറങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ചുവപ്പും പച്ചയും നീലയും ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നു. റെഡ്, ബ്ലൂ, ഗ്രീൻ, ദീസ് കളേഴ്സ് ആർ കോൾഡ് പ്രൈമറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ്. അതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞു. പ്രൈമറി കളേഴ്സ് കമ്പൈൻഡ് ടു ഫോം സെക്കൻഡറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് കമ്പൈൻഡ് ടു ഫോം സെക്കൻഡറി കളേഴ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ സംയോജിച്ച് എന്തുണ്ടാകുന്നു? ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകും. പ്രാഥമിക വർണ്ണങ്ങൾ സംയോജിച്ച് എന്തുണ്ടാകുന്നു? ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയും കൂടി ചേർന്ന് മഞ്ഞ നിറമുണ്ടാകുന്നു. ചുവപ്പും പച്ചയും കൂടി ചേർന്ന് മഞ്ഞ നിറമുണ്ടാകുന്നു. റെഡ് ആൻഡ് ഗ്രീൻ കമ്പൈൻഡ് ടു ഫോം യെല്ലോ കളർ. യെല്ലോ കളർ. ചുവപ്പും പച്ചയും ചേർന്ന് മഞ്ഞയും ഉണ്ടാകുന്നു. ചുവപ്പും നീലയും ചേർന്ന് മജന്ത നിറമുണ്ടാകുന്നു. ചുവപ്പും നീലയും ചേർന്ന് മജന്ത നിറമുണ്ടാകുന്നു. റെഡ് ആൻഡ് ബ്ലൂ കമ്പൈൻഡ് ടു ഫോം മജന്ത കളർ. മജന്ത കളർ. അതുപോലെ തന്നെ പച്ചയും നീലയും ചേർന്ന് എന്തുണ്ടാകുന്നു? പച്ചയും നീലയും ചേർന്ന് സിയാൻ ഉണ്ടാകുന്നു. പച്ചയും നീലയും ചേർന്നുണ്ടാകുന്ന നിറമാണ് സിയാൻ. പച്ചയും നീലയും ചേർന്ന് സിയാൻ ഉണ്ടാകുന്നു. ഗ്രീൻ ആൻഡ് ബ്ലൂ ആർ കമ്പൈൻഡ് ടു ഫോം സിയൻ. യെല്ലോ, മജന്ത, ദീസ് കളേഴ്സ് ആർ കാൾഡ് സെക്കൻഡറി കളേഴ്സ്. സിയൻ, യെല്ലോ, മജന്ത, ദീസ് കളേഴ്സ് ആർ കോൾഡ് സെക്കൻഡറി കളേഴ്സ്. സെക്കൻഡറി കളേഴ്സ്. അതുപോലെ തന്നെ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ്? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ്? വെള്ള നിറമാണ് കേട്ടോ. വിച്ച് കളർ റിഫ്ലെക്ട്സ് ഓൾ കളേഴ്സ്? ആൻസർ വൈറ്റ്. വെള്ള നിറം എന്ത് ചെയ്യുന്നു? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? കറുപ്പാണ്. വിച്ച് കളർ അബ്സോർബ്സ് ഓൾ കളേഴ്സ്? ആൻസർ എന്താണ്? ആൻസർ ബ്ലാക്ക്. അതുപോലെ നിറങ്ങളുടെ ആഘോഷം ഏതാണ്? നിറങ്ങളുടെ ആഘോഷമാണെന്ത്? ഹോളി. നിറങ്ങളുടെ ആഘോഷമാണ് ഹോളി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് ആര്? വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചു ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ഇലക്ട്രിക് ബൾബ് വാസ് ഡിസ്കവേർഡ് ബൈ തോമസ് ആൽവ എഡിസൺ. അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ ഏതു പേരിൽ അറിയപ്പെടുന്നു? തോമസ് ആൽവ എഡിസൺ പേരിൽ അറിയപ്പെടുന്നു മെല്ലോ പാർക്കിലെ മാന്ത്രികൻ. എന്നറിയപ്പെടുന്ന ആരെയാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ ഈസ് നോൺ ആസ് വിസാർഡ് ഓഫ് മെല്ലോ പാർക്ക്. മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? തോമസ് ആൽവ എഡിസണെയാണ്. അതുപോലെ തന്നെ ഒരു ബൾബിന്റെ പ്രകാശം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു ബൾബിന്റെ പ്രകാശം അതിൽ നിറച്ചിരിക്കുന്ന വാതകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബൾബിന്റെ പ്രകാശം അതിൽ നിറച്ചിരിക്കുന്ന വാതകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ബൾബിന്റെ പ്രകാശത്തിന്റെ നിറം അതിൽ നിറച്ചിരിക്കുന്ന വാതകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ബൾബിൽ നിറച്ചിരിക്കുന്നത് മെർക്കുറിയാണെങ്കിൽ ബൾബിന്റെ പ്രകാശം എന്തായിരിക്കും? വെള്ളപ്രകാശമായിരിക്കും. If the bulb filled mercury, the color of light must be white. തീർച്ചയായിട്ടും എന്തായും വെള്ളപ്രകാശമായിരിക്കും. If the bulb contains sodium, the color of light must be
യെല്ലോ. കാരണം ഒരു ബൾബിൽ നിറച്ചിരിക്കുന്നത് സോഡിയമാണെങ്കിൽ അതിൻ്റെ പ്രകാശം എന്തായിരിക്കും? തീർച്ചയായിട്ടും മഞ്ഞപ്രകാശമായിരിക്കും. ഒരു ബൾബിൽ നിറച്ചിരിക്കുന്നത് ക്ലോറിനാണെങ്കിൽ ആ ബൾബിൻ്റെ പ്രകാശം എന്തായിരിക്കും? പച്ചപ്രകാശമായിരിക്കും. ഈ ദ ബൾബ് ഫിൽഡ് വിത്ത് chlorine, the light of color must be green. പച്ചപ്രകാശമായിരിക്കും. ഒരു ബൾബിൽ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ ആ കളർ ഓഫ് അതിൻ്റെ പ്രകാശം എന്തായിരിക്കും? നീലയായിരിക്കും. If the hydrogen filled the bulb, the color of light must be blue. നീലപ്രകാശമായിരിക്കും. ഒരു ബൾബിൽ നിറച്ചിരിക്കുന്ന ആർഗൺ ആണെങ്കിൽ എന്തായിരിക്കും? ചുവന്ന പ്രകാശമായിരിക്കും. If the bulb contains argon, the color of light must be red. ബൾബിൽ നിറച്ചിരിക്കുന്ന ആർഗൺ ആണെങ്കിൽ ബൾബിന്റെ പ്രകാശം എന്തായിരിക്കും? ചുവന്ന പ്രകാശമായിരിക്കും. ഒരു ബൾബിൽ നിറച്ചിരിക്കുന്ന നിയോൺ ആണെങ്കിൽ ആ ബൾബിന്റെ പ്രകാശം എന്തായിരിക്കും? ഓറഞ്ച് പ്രകാശമായിരിക്കും. If the bulb contains neon, the color of light must be orange. ഓറഞ്ച് നിറമായിരിക്കും. പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്കുള്ള യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. പുതിയതാവേലിക്കായുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ കാണുക. വീഡിയോ എവർക്കും കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ്. ഞാൻ 2 ലാംഗ്വേജുകളിൽ പറയുന്നുണ്ട്, മലയാളത്തിലും പറയുന്നുണ്ട്, ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. നമ്മൾ വളരെ സിംപ്ലസ്റ്റായ ലാംഗ്വേജാണ് ഉപയോഗിച്ചത്. ഏത് വ്യക്തിക്കും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നൊരു ഭാഷയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ബുക്കിഷ് ലാംഗ്വേജ്, വളരെ കോംപ്ലിക്കേറ്റഡ് വേർഡ്സോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. മലയാളത്തിൻ്റെ ജസ്റ്റ് കൺവെർട്ട് ചെയ്തേക്കുകയാണ്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ കാണാവുന്നതാണ്, അതുപോലെ തന്നെ കേട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷ എഴുതുന്നവർക്കും അതുപോലെ LLB എൻട്രൻസ് പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും കാണാം. പെട്ടെന്ന് യൂസ്ഫുളിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. നിറങ്ങളുടെ ആഘോഷം ഏതാണെന്ന് അറിയാം. നിറങ്ങളുടെ ആഘോഷം ആൻസർ ഹോളിയാണ്. ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ആൻസർ ഹോളി.